ഹായ്, എല്ലാവർക്കും റോസാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയലിസ്റ്റിക് പിക്ചേഴ്സ് ചെയ്യാനായിട്ടുള്ള 5 ടിപ്സ് ആണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ജീവനുള്ള പോലത്തെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ. അപ്പൊ അങ്ങനെ ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും വരച്ചു വരുന്ന സമയത്ത് ആ ഒരു രീതിയിലേക്ക് മാറാറില്ല. അപ്പം ഈ ഒരു 5 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അടിപൊളിയായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. ആദ്യത്തേത് പ്രോപ്പർ ഔട്ട്ലൈൻ സ്കെച്ചിങ് ആണ്. നമ്മൾ എല്ലാവരും ഔട്ട്ലൈൻസ് വരയ്ക്കാറുണ്ട് അല്ലെ? ഷെയ്ഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് എല്ലാവരും ഔട്ട്ലൈൻ ആണ് വരയ്ക്കാറുള്ളത്. പക്ഷേ ഔട്ട്ലൈൻ വരയ്ക്കുമ്പം രണ്ട് രീതിയിൽ ചെയ്യാം. ഭയങ്കര ഹാർഡായിട്ട് പ്രഷർ കൂട്ടിയിട്ട് ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ലൈറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം റേസ് ചെയ്യാനും അതുപോലെ തന്നെ അത് ബ്ലെൻഡ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ട് വർക്ക് ഫിനിഷ് ചെയ്യാനും സാധിക്കും. ഈ ഒരു പിക്ചറിൽ നമുക്ക് ഔട്ട്ലൈന് നല്ല ഡാർക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചാൽ അറിയാം. അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് ലൈറ്റ് ആയിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തതുകൊണ്ട് നല്ല നീറ്റ് ആയിട്ട് വർക്ക് കിട്ടിയിട്ടുണ്ട്. ഔട്ട്ലൈൻ സ്കെച്ചിങ്ങിൽ ഈ ഒരു രീതികളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. നമ്മൾ ഒരുപാട് റേസ് ചെയ്യുമ്പോൾ ഷെയ്ഡിങ്ങിലുണ്ടാകുന്ന പ്രശ്നം നമുക്ക് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ റേസ് ചെയ്യുന്നു, അവിടെ ഒന്ന് ഷെയ്ഡ് ചെയ്യാം. സെയിം പ്രഷറിൽ തന്നെയാണ് നമ്മൾ അടുത്ത ഭാഗം ഷെയ്ഡ് ചെയ്യുന്നത്. അതിൽ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഷെയ്ഡ് ചെയ്യാം. കുറച്ചുകൂടി നീറ്റായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ പോലും കാണാത്ത ലെയർ പേപ്പറിൽ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. വളരെ നീറ്റായിട്ട് ഷെയ്ഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഷെയ്ഡ് ചെയ്യാനും ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് അധികം റേസർ യൂസ് ചെയ്യരുത്. മിസ്റ്റേക്സ് വരുത്താതിരിക്കാൻ ശ്രമിക്കുക. ലെയർ ബൈ ലെയർ ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീറ്റ് ആയിട്ടുള്ള വർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഷെയ്ഡിങ്ങിൽ നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് എങ്ങനെ ഷെയ്ഡ് ചെയ്യാൻ നോക്കാം. ആദ്യം ലൈറ്റ് ഗ്രേഡുള്ള പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് ഷെയ്ഡ് ചെയ്യുന്നു. അതും ഒരേ ഡയറക്ഷനിലേക്ക്, നമ്മൾ പറഞ്ഞു ഒരേ ഡയറക്ഷനിലേക്ക് ചെയ്യാന്നുള്ളത്. നമ്മളൊരു ബോൾ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ആ ബോളിൻ്റെ ഡയറക്ഷനിലേക്ക് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. നമുക്ക് ഈ ഒരു രീതിയിലും ചെയ്യാൻ പറ്റും. അത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇംപ്രഷനാണ് നമുക്ക് കിട്ടുക. ഔട്ട് കിട്ടുന്ന സമയത്ത് അങ്ങനെ ഒരു ഫീലാണ് വരുന്നത്. അപ്പം അതിന് പകരം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഷെയ്ഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. അത് ഒരു ഡയറക്ഷൻ നോക്കിയിട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്യുക. ഇപ്പം നമുക്ക് ഒരു മിഡിൽ ടോൺ കിട്ടിയിട്ടുണ്ട്, ലൈറ്റ് ആൻഡ് മിഡിൽ ടോൺ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്ത ലെയർ ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഡാർക്ക് ആവുന്ന ഏരിയയിൽ നമുക്ക് ലെയർ ബൈ ലെയർ ആയിട്ട് ഷെയ്ഡ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. മൂന്നാമത്തത് ഐഡന്റിഫൈ ഡാർക്ക്, ലൈറ്റ്, മിഡ് ടോൺ. ഈ ടോണുകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിഗിനേഴ്സ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ കൂടുതലും മിഡിൽ ടോൺ മാത്രം ചെയ്തെടുക്കും. അവിടെ ഹൈലൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ചെയ്തതിന് ശേഷം ഷെയ്ഡിങ് പ്രോപ്പർ ആയിട്ട് ചെയ്യാം. അടുത്തത് ലൈറ്റ് ടോൺ. ഇവിടെ നമുക്ക് ലൈറ്റ് ടോൺ കാണാൻ പറ്റും. അതിൻ്റെ മിഡിൽ ടോൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ടോൺ നമുക്ക് ഇവിടെയും കാണും അല്ലേ? ഇത്തരത്തിൽ നമ്മൾ ഏതൊരു പിക്ചർ വരയ്ക്കുകയാണെങ്കിലും അതിൽ ലൈറ്റ്, ഡാർക്ക്, മിഡിൽ ടോൺ ഇത് മൂന്നും ഉണ്ടായിരിക്കും. അത് കറക്റ്റ് ഒബ്സർവ് ചെയ്തിട്ട് വേണം പിക്ചർ ഷെയ്ഡ് ചെയ്യാനായിട്ട്. നാലാമത്തത് ഡീറ്റെയിലിംഗ് ആണ്. ഡീറ്റെയിലിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതാണ്. ഡീറ്റെയിലിംഗ് കൂടുതൽ വരിക നമ്മൾ ടെക്സ്ചർ ചെയ്യുമ്പോഴാണ്. പലതരം ടെക്സ്ചർ, നമ്മൾ ഓരോ ഒബ്ജക്റ്റ് ചെയ്യുമ്പോഴും അതിന് ഓരോ ടൈപ്പ് ടെക്സ്ചറാണ് ഉണ്ടാവുക. നമുക്ക് സ്കിന്നിലുള്ള ടെക്സ്ചർ അതൊക്കെയാണ് ഡീറ്റെയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നത്. അതിൽ നമുക്ക് ഓപ്പൺ പോഴ്സ് ഒക്കെ ഉള്ള മൂക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അത്തരത്തിൽ നമുക്ക് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അതിനെ സൂം ചെയ്ത് ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ് വരുന്നത് അതുപോലെ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീൽ വരും. നമ്മൾ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിങ് ആണ്. ബിഗിനേഴ്സ് പലപ്പോഴും മിസ്റ്റേക്സ് വരുത്തുന്ന ഒരു ഏരിയ ആണ് ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിങ്.
നമ്മൾ വരച്ചിട്ടുള്ള പല പിക്ചേഴ്സും ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നതോടുകൂടി ഡാമേജ് ആയി പോകാറുണ്ട്. അത് നമുക്ക് ഇഷ്ടപ്പെടാറില്ല. പിന്നെ അത് പല കാരണങ്ങൾ കൊണ്ടാണ്. നമുക്ക് കൃത്യമായിട്ട് ഏതൊക്കെ ചിത്രങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡ് ചെയ്യണം, ഷെയ്ഡ് ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ധാരണയില്ലാത്തതുകൊണ്ടാണ്. നമ്മളൊരു ലൈറ്റ് ഒബ്ജക്റ്റ് ആണ് നമ്മൾ വരച്ചതെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡാർക്ക് ആയിട്ട് ഷെയ്ഡ് ചെയ്യാം. ഇനി ഒരു ഡാർക്ക് ഒബ്ജക്റ്റ് ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി ഉണ്ടാവുക. നമുക്ക് ഇവിടെ ഡാർക്ക് ഒബ്ജക്റ്റും ലൈറ്റ് ഒബ്ജക്റ്റും കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം. നമുക്ക് ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ, ലൈറ്റ് ഒബ്ജക്റ്റ് ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒരു ബ്ലർ എഫക്റ്റ് ആണ് കിട്ടുക അല്ലേ? നമുക്ക് കാണാൻ പറ്റും. ഇത്രത്തോളം ഒരു ഭംഗി കിട്ടുന്നില്ല. പക്ഷേ ഇത് നമുക്ക് നേരെ ഡാർക്കിലോട്ട് മാറ്റാം. കേട്ടോ, ഒബ്ജക്റ്റിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഒബ്ജക്റ്റിന് ഫോക്കസ് കിട്ടുന്നില്ല. അപ്പം ചിത്രം മൊത്തത്തിൽ ഒരു ഡൾ ആയിട്ടുള്ള ഒരു ഫീലാണ് വരിക. അപ്പം ഇനി നമുക്ക് ഡാർക്ക് ആക്കാം. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഒബ്ജക്റ്റിന് ഷേപ്പ് മാറിപ്പോയത്. പലരും ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഷെയ്ഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഷെയ്ഡ് ചെയ്തിട്ട് അത് ഒബ്ജക്റ്റിന്റെ ഷേപ്പ് കറക്റ്റ് ആയിരിക്കില്ല. പിന്നെ ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഒബ്ജക്റ്റിന് ഫീല് വരുന്നുണ്ട്, ആ ഒരു ഷേപ്പ് കറക്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയിരിക്കുക, ഒബ്ജക്റ്റ് ലൈറ്റ് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയിരിക്കുക. ഇനി ഈ ഒരു കേസിലാണെങ്കിൽ നേരെ തിരിച്ചാണ്, ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. നമ്മൾ വിചാരിച്ചൊരു ഫിനിഷിങ്ങിലേക്ക് വർക്ക് എത്തും. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത 5 പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സ് അടിപൊളിയായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.